ഹായ്, എല്ലാവർക്കും ടോക്ക് വിത്ത് അഞ്ജലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്നൊരു പുതിയ കഥ കേൾക്കാം അല്ലേ? അപ്പോൾ കഥയായിട്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോവാം. താൻ എന്താടോ അണ്ണാക്കിൽ പിരിവെട്ടിയ പോലെ നിൽക്കുന്നേ? വാ തുറന്ന് വെള്ളം വീഴുന്നുള്ളടോ. എൻ്റെ ദേഷ്യം എനിക്ക് നിയന്ത്രിക്കാനായില്ല. ജോസ് ഒരു പൂച്ചയെ പോലെ നിന്ന് പതുങ്ങി. അയാളുടെ മുഖമെല്ലാം വിയർത്തൊഴുകി. അയാളുടെ ഹൃദയം ഇപ്പോൾ പൊട്ടിപ്പോവുന്ന മട്ടിൽ ഇടിക്കുന്ന പോലെ തോന്നി. മോനെ, അത് എനിക്കൊരു അബദ്ധം പറ്റിയതാ, അയാൾ വിക്കി വിക്കി പറഞ്ഞു. ഛേ, ഞാൻ കൈവീശി ഒരെണ്ണം പൊട്ടിച്ചു. അയാൾ നിലത്തേക്ക് വീണുപോയി. ക്യാഷ് അടിച്ചു മാറ്റിയിട്ട് അബദ്ധമാണെന്നോ? ഞാൻ തറയിൽ വീണ അയാളെ കുത്തിപ്പിടിച്ചു പൊക്കി നേരെ ഭിത്തിയിൽ ചേർത്ത് ഇടത് നെഞ്ചിൽ ഒരു കുത്തൂടി കൊടുത്തു. വേദന കൊണ്ടയാൾ കുനിഞ്ഞ് നിലത്തേക്ക് വീണു. കലി കയറി കണ്ണു കാണാതായ ഞാൻ അയാളെ ചവിട്ടാൻ കാലുയർത്തി. അയ്യോ മോനെ, എന്നൊന്നും ചെയ്യല്ലേ! അയാൾ കൈകൂപ്പി കരഞ്ഞു. യാചിക്കുന്ന അയാളുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് പിന്നെ അയാളെ തല്ലാൻ തോന്നിയില്ല. ഞാൻ എൻ്റെ ടേബിളിലേക്ക് കയറിയിരുന്നുകൊണ്ട് ഒരു സിഗരറ്റ് പുകച്ചു. ജോസ് വെച്ച് എഴുന്നേറ്റു. പിന്നെ ശ്വാസം വലിച്ചുകൊണ്ട് അവിടെയുള്ള കബോർഡിൽ താങ്ങിപ്പിടിച്ചു നിന്നു. കുറച്ചു നേരം ഞാൻ പുകയൂത്തിക്കൊണ്ട് അയാളെ നോക്കിയിരുന്നു. അയാൾ മുഖം കുനിച്ച് നിൽക്കാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇടം കണ്ടാൽ ഞാൻ എന്ത് ചെയ്യാണെന്ന് അയാൾ നോക്കുന്ന കണ്ടില്ലേ? ആ ഭാവം കണ്ടാൽ അറിയാം പഠിച്ച കള്ളനാണെന്ന്. ഞാൻ മുരണ്ടു. ഇക്കയുടെ മെയിൻ ടെക്നിക്കൽ ഷോപ്പിലെ ക്യാഷ്യറാണ് പിറവങ്കാരൻ ജോസ്. ഞാൻ ഇക്കയുടെ കൂടെ കൂടുന്നതിന് ഏതാണ്ട് 1 കൊല്ലം മുമ്പാണ് ജോസ് അവിടെ എത്തുന്നത്. നാട്ടിൽ അല്ലറ ചില്ലറ കടബാധ്യതകളൊക്കെയുള്ള ഒരു ശരാശരി മലയാളി. ഭാര്യയും 2 മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം. ഭാര്യ ആലീസ് ഇതുപോലെ തന്നെ മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. ഇടയ്ക്കെപ്പോഴോ ഒരു വേക്കൻസി വന്നപ്പോൾ ഇക്ക വേണമെങ്കിൽ ആ ജോലി ആലീസിന് കൊടുക്കാമെന്ന് ജോസിനോട് പറഞ്ഞതാണ്. പക്ഷെ ജോസിന് അതിൽ വലിയ താല്പര്യമില്ലായിരുന്നു. കുട്ടികളൊക്കെ തറവാട് വീട്ടിൽ നിന്നും പഠിക്കുന്നതിനാൽ എറണാകുളത്ത് ഇവ 2 മാത്രമായിരുന്നു താമസം. ജോസിനെ കണ്ടാൽ ഒരു 40 പറയും. പക്ഷേ അത്രയും പ്രായമായില്ല എന്നതാണ് സത്യം. ഏതാണ്ട് 5.5 അടി പൊക്കം, വെളുത്ത നിറം, പാസ്റ്റർമാരെ അനുസരിക്കും വിധം ക്ലീൻ ഷേവ്, എപ്പോഴും ഇൻ ചെയ്ത് ഫുൾ സ്ലീവ് ഷർട്ടിട്ടേ നടക്കൂ. എല്ലാവരോടും നല്ല രീതിയിൽ ഇടപെടും, ചിരിച്ചുകൊണ്ടേ സംസാരിക്കൂ. ഇക്കയെ കണ്ടാൽ പിന്നെ അങ്ങ് അതിവിനയമാണ്. തല കുനിഞ്ഞ് തറയിലടിക്കും. എല്ലാവരും പുള്ളി ജോസേട്ടൻ എന്നാണ് സംബോധന ചെയ്യാറുള്ളത്. ഞാനും. ഭാര്യ ആലീസിനെ കണ്ടാൽ പഴയ നടി ചിത്രയെ പോലെ തോന്നും. ഏതാണ്ട് ജോസിൻ്റെ അത്രയും പൊക്കം, കുറച്ച് കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. വെളുത്ത നിറം, തിളക്കമുള്ള തുടുത്ത കവളുള്ളൊരു മോഹിനിയാണവൾ. ഇത്രയും നാളും ബഹുമാനത്തോടെ മാത്രമേ ഞാൻ ജോസിനെ കണ്ടിട്ടുള്ളൂ. എന്നാൽ ഒരാഴ്ച മുമ്പ് ഇതെല്ലാം മാറി മറിഞ്ഞു. ഒരാഴ്ച മുമ്പ് നടന്നതെന്താണെന്ന് വെച്ചാൽ, സെമീറയുമായുള്ള ഉച്ചക്കത്തെ കലാപരിപാടി കഴിഞ്ഞ് ഞാൻ വെറുതെ ഓഫീസിലിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഫോൺ ബെല്ലടിച്ചത്. നോക്കിയപ്പോൾ അനസാണ്. ഹലോ മച്ചു, നീ കടയിലുണ്ടോ? ആ ഉണ്ടല്ലോ, എന്താടാ? എടാ, പെങ്ങൾക്കും ഉമ്മക്കും കുറച്ച് ഡ്രസ്സ് എടുക്കണമായിരുന്നു. നീയുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് അടിക്കാമല്ലോ, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതിനെന്താ മച്ചാ, നീ അവരെയും കൂട്ടി പോര്, നമുക്ക് ശരിയാക്കാം, ഞാൻ പറഞ്ഞു. ആ അത് മതി. എടാ, ഞാൻ വരുന്നില്ല, അവർ വന്നോളൂ. ആ ഓക്കേടാ, ഞാൻ നോക്കിക്കോളാം. അതും പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. പക്ഷേ അതിനിടയിൽ സ്പെഷ്യൽ സ്റ്റോക്കിൻ്റെ ഒരാവശ്യവുമായി ഞാനതിൻ്റെ തിരക്കിലായിപ്പോയി. അനസിൻ്റെ കാര്യം ഞാൻ മറന്നേ പോയി. അതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് പോയ ഞാൻ തിരികെ എത്തിയപ്പോൾ സമയം സന്ധ്യ കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും സെമീറ പോയിരുന്നു. പോകും മുമ്പേ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ ആകായിരുന്നു. പക്ഷേ കുറച്ചായി സെമീറിൽ നിന്നും അങ്ങനെയൊന്നും കിട്ടുന്നില്ലെങ്കിലും എനിക്ക് വലിയ വിഷമമൊന്നും തോന്നിയില്ല. പുതിയ വരുമാന മാർഗങ്ങളും പണങ്ങളും എൻ്റെ പഴയ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം കൊണ്ടുവന്നിരുന്നു. കുറച്ചുകൂടി പറഞ്ഞാൽ എൻ്റെ സ്വഭാവത്തിൽ പണ്ടുണ്ടായിരുന്ന എല്ലാ മൃദുല ഭാവങ്ങളും ഇല്ലാതായിരിക്കുന്നു. സ്വാർത്ഥതയും ക്രൂരതയും കുറച്ച് കൂടുകയും ചെയ്തു. പുറത്തുപോയി വന്ന ഞാൻ നോക്കിയപ്പോൾ ഫോണിൽ 7-8 മിസ് കോൾ. തുറന്നു നോക്കിയപ്പോൾ അനസ്. അപ്പോഴാണ് ഞാൻ അവൻ പറഞ്ഞ കാര്യം ഓർത്തത്.
ഇവൻ്റെ കാര്യം മറന്നു പോയല്ലോ. ഞാൻ ആത്മകഥം നടത്തി. പിന്നെ ഫോണെടുത്ത് അവനെ വിളിച്ചു. 1-2 റിങ്ങിന് ശേഷം അവൻ ഫോണെടുത്തു. ഹലോ എന്നതിന് പകരം നല്ല ചീത്തയായിരുന്നു അവിടെ നിന്ന് വന്നത്. ഓ അറിയാ, സോറി സോറി സോറി, പെട്ടെന്ന് ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിപ്പോയി. അപ്പോൾ ഞാൻ ഫോൺ എടുക്കാനും മറന്നു. അതിനും കിട്ടി അവൻ്റെ വായിന്ന് നല്ലത്. ഞാൻ പിന്നെയും കുറച്ചു നേരം സംസാരിച്ചു. അപ്പോഴാണ് അവൻ്റെ ദേഷ്യം കുറച്ച് കുറഞ്ഞത്. നീ ആ ബില്ലിങ് അഴക്ക് ഞാൻ ഇപ്പോൾ ശരിയാക്കി തരാം ഞാൻ പറഞ്ഞു. ഓ എന്തിന്? എന്തായാലും ഉമ്മയുടെയും പെങ്ങളുടെ മുന്നിൽ ഞാൻ നാണം കെട്ടു. കൂട്ടുകാരൻ്റെ കടയാണ്, ഡിസ്കൗണ്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ചമ്മി ഞാൻ. അവൻ വീണ്ടും കലിപ്പായി. അളിയ നീ ഒന്ന് ക്ഷമിക്ക്, ഞാൻ പുറത്തു പോയതുകൊണ്ടല്ലേ. നീ ആ ബില്ലിൻ്റെ ഫോട്ടോ ഇട്, ഡിസ്കൗണ്ട് ഞാൻ GPay ചെയ്ത് തരാം ഞാൻ പറഞ്ഞു. കുറേ നേരത്തെ സംസാരത്തിന് ശേഷം അവൻ ബില്ലിടാമെന്ന് സമ്മതിച്ചു. ഷോപ്പിൽ നിന്നും കിട്ടിയ ബില്ല് അവൻ വാട്സപ്പ് ചെയ്ത് തന്നു. 8550 രൂപ ബില്ലിലാകെ കൊടുത്തിരിക്കുന്നു. ഡിസ്കൗണ്ട് 150 രൂപ. ഹോ, വല്ലാത്ത ഡിസ്കൗണ്ട് ആയിപ്പോയി. ചുമ്മാ അതല്ല അവൻ ഈ ചീത്തേക്കെന്നെ വിളിച്ചത്. ഞാൻ അവൻ്റെ നമ്പറിലേക്ക് 1000 രൂപ GPay ചെയ്തു. അളിയ ഹാപ്പി ആയില്ലേ എന്നൊരു മെസ്സേജ് കൂടി കൂട്ടത്തിൽ അയച്ചു. അതിനൊരു സ്മൈലിയാണ് അവൻ റിപ്ലൈ അയച്ചത്. ഭാഗ്യം ചീത്ത കാണാത്തതിൽ അവൻ ഡിസ്കൗണ്ടിൽ തൃപ്തരാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ബില്ലിലെ സമയം വെച്ച് ചുമ്മാ CCTV ഒന്ന് നോക്കി. തിരക്കുള്ള സമയമാണ്. ജോസേട്ടനാണ് ക്യാഷ്യർ. ആൾ കസ്റ്റമേഴ്സിനോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അനസിൻ്റെ ഉമ്മയും പെങ്ങളും കൗണ്ടറിലേക്ക് വരുന്നതും ബില്ല് കിട്ടിയ ശേഷം ഫോൺ വിളിക്കുന്നതും കണ്ടു. പാവങ്ങൾ 10-15 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തു. സാരില്ല, ഇനി കാണുമ്പോൾ ഒരു സോറി പറയാം. 8 മണിയായപ്പോൾ ഞാൻ ബാക്കിയുള്ള ഷോപ്പിലെ ക്ലോസിംഗ് എല്ലാം നടത്തി മെയിൻ ടെക്സ്റ്റൈൽസിലെത്തി. എന്നെ കണ്ടതും ജോസേട്ടൻ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. പിന്നെ കൗണ്ടറിൽ നിന്നും മാറി തന്നു. ജോസേട്ടാ എന്തൊക്കെയുണ്ട് ഞാൻ ചോദിച്ചു. ആ എങ്ങനെയൊക്കെ പോകുന്നു മോനെ. ആൾ എല്ലാവരെയും മോനെ കുഞ്ഞെന്നൊക്കെ വിളിക്കൂ. ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ ജോസേട്ടാ? കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് നോക്കിക്കൊണ്ട് ഞാൻ വെറുതെ ചോദിച്ചു. അത് ഞാൻ അങ്ങോട്ടല്ലേ ചോദിക്കണ്ടേ, ഇങ്ങനെ ഒറ്റത്തടിയെ നടന്നാൽ മതിയോ മോനെ? ഒരു പെണ്ണൊക്കെ കെട്ടണ്ടേ? പിറവത്ത് പറ്റിയ പെണ്ണുണ്ടോയെന്ന് നോക്ക് ജോസേട്ടാ, നമുക്ക് ആലോചിക്കാം ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ശരിക്കും? എന്നാ ഞാനൊന്ന് നോക്കട്ടെ. പുള്ളി അത് സീരിയസ് ആയി എടുത്തു. ആഹാ, നിങ്ങൾ കൊള്ളാലോ, അപ്പോഴേക്കും അത് സീരിയസ് ആയി എടുത്തോ? അപ്പോൾ മോൻ കാര്യമായി പറഞ്ഞതല്ലേ? പുള്ളി വാ പൊളിച്ചു. എൻ്റെ പൊന്നു ജോസേട്ടാ, നിങ്ങൾക്ക് വേറെ പണിയില്ലേ? ഒരു ചായ കുടിക്കാൻ ആരെങ്കിലും ചായത്തോട്ടം വാങ്ങുമോ? എപ്പോഴും ഇങ്ങനെ വല്ല പറമ്പിൽ നിന്നും ചായ കുടിച്ച് നടന്നാൽ മതിയോ മോനെ? പുള്ളി ഒന്ന് കൊള്ളിച്ചു പറഞ്ഞു. ആ മതിയെന്നേ, നമുക്കിങ്ങനെയൊക്കെ പോയാൽ മതി. ഇനി അത്ര നിർബന്ധമാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നോക്കാം. അന്നേരം പെണ്ണ് നോക്കാൻ ജോസേട്ടനെ ഏൽപ്പിക്കാം. എന്തേ കുഞ്ഞെ? ഓരോന്നിനും ഓരോ സമയമുണ്ട്. ഈ നല്ല പ്രായത്തിൽ കെട്ടിയാൽ പിന്നെ ദുഃഖിക്കേണ്ടി വരില്ല. അയാൾ പറഞ്ഞു നിർത്തി. പിന്നെ പുള്ളിയുടെ ബാഗ് കയ്യിലെടുത്തു. മോനെ അജയ്, ഞാനെന്നാ ഇറങ്ങാട്ടോ, കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. പുള്ളി അനുവാദം ചോദിച്ചു. ആ അതിനെന്താ ജോസേട്ടാ, ജോസേട്ടൻ വിട്ടോ, ഞാൻ പറഞ്ഞു. പുള്ളിയുടെ കണക്കൊക്കെ പക്കയാണ്. എല്ലാം കറക്റ്റായി ഇനം തിരിച്ച് എഴുതിയിട്ടുണ്ടാവും. മറ്റു 2 ഷോപ്പിലെയും പോലെ തലവേദന ഉണ്ടാകില്ല. എന്നാൽ നാളെ കാണാം, ഗുഡ് നൈറ്റ്. പുള്ളി കൈ ഉയർത്തി വീശി യാത്ര പറഞ്ഞു. ഓക്കെ, ഗുഡ് നൈറ്റ്. ഞാൻ ഡെയിലി ബുക്ക് നോക്കുന്നതിനിടയിൽ മുഖം ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. സെയിൽസ് നോക്കി, പിന്നെ ക്യാഷ് ബുക്ക് നോക്കി. ക്യാഷ് എണ്ണിയെടുത്തു. 4,11,030 രൂപയാണ്. എല്ലാം കറക്റ്റാണ്. അല്ലെങ്കിലും ജോസേട്ടൻ്റെ കണക്കിൽ ഒരിക്കൽ പോലും 1 രൂപ പോലും വ്യത്യാസം വരില്ല. വല്ലാത്തൊരു മനുഷ്യൻ. ഇക്കയും അത് പറയാറുണ്ട്. ജോസാണ് കൗണ്ടറിലെങ്കിൽ കമ്പ്യൂട്ടർ പോലും വേണ്ടെന്നാണ് പറയാറ്. ക്യാഷ് ബുക്ക് സൈൻ ചെയ്ത് ക്ലോസ് ചെയ്യാൻ നേരത്താണ് ഞാൻ അനസിന് കൊടുത്ത 1000 രൂപയുടെ കാര്യം ഓർത്തത്. അതെൻ്റെ കയ്യിൽ നിന്നും കൊടുത്തതല്ലേ, അതിവിടെ നിന്നും എടുക്കണമല്ലോ. ആ 1000 ഇനി ബില്ലിൽ ഡിസ്കൗണ്ട് അടിക്കണം. ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് അവൻ അയച്ചു തന്ന ബില്ലിൻ്റെ നമ്പർ നോക്കി. ഞാനത് എഡിറ്റ് ഓപ്ഷൻ എടുത്ത് ഇൻവോയ്സിൽ നമ്പർ അടിച്ചു കൊടുത്തു. സ്ക്രീൻ ഒന്ന് ഫ്രഷായി, പക്ഷേ ഒന്നും വന്നില്ല. ഇതെന്ത് കൂത്ത്? ഞാൻ തല ചൊറിഞ്ഞു.
4-5 തവണ കൂടി ഞാനത് ഇൻവോയ്സിൽ നമ്പർ അടിച്ചു നോക്കി. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ഞാനതിൻ്റെ മുമ്പത്തെ നമ്പർ അടിച്ചു. ബിൽ ഓപ്പണായി. എഡിറ്റ് മോഡലും വന്നു. അതിനുശേഷം ഞാനത് കഴിഞ്ഞുള്ള നമ്പറും അടിച്ചു. അതും ഓപ്പണായി. എൻ്റെ നെറ്റി ചുളിഞ്ഞു. കണ്ണുകൾ നേർത്തു വന്നു. ഞാൻ ടോട്ടൽ സെയിൽസ് ബിൽ വയസ്സായി ഓപ്പൺ ചെയ്തു. പിന്നെ നമ്പർ നോക്കി വന്നു. 53 കഴിഞ്ഞ് 54 ഇല്ല. പിന്നെ ഉള്ളത് 55 ഡീറ്റെയിൽ സെയിൽസ് റിപ്പോർട്ട് ഓപ്പൺ ചെയ്തു. അതിലും ഞാൻ അടിച്ചു കൊടുത്ത നമ്പർ ഇൻവോയ്സിലില്ല. പക്ഷേ 8400 മറ്റൊരു ബില്ലുണ്ട്. അത് ഞാൻ തുറന്നു നോക്കി. അത് പക്ഷേ ഏതോ ആണുങ്ങൾ ഡ്രസ് പർച്ചേസ് ചെയ്തതാണ്. 8400 രൂപയുടെ ബിൽ സിസ്റ്റത്തിൽ കാണാനില്ല. ടോട്ടൽ ക്യാഷ് കറക്റ്റുമാണ്. അതിനർത്ഥം ബിൽ ഇറേസ് ചെയ്ത് ആരോ ആ പൈസ എടുത്തിരിക്കുന്നു. എൻ്റെ മുഖം ചുവന്നു. ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. ഞാൻ തലേ ദിവസത്തെ സെയിൽസ് ബിൽ നമ്പർ വൈസ് ഓപ്പൺ ചെയ്തു. അതിലും ഇടവിട്ട് 2 നമ്പറുകളില്ല. എനിക്ക് കാര്യം മനസ്സിലായി. എൻ്റെ കൈകൾ ലാൻഡ് ഫോണിലേക്ക് നീങ്ങി. പിന്നെ എന്തോ ആലോചിച്ച് ഞാൻ കൈ പിന്നിലേക്ക് വലിച്ചു. എൻ്റെ ഉള്ളിൽ ദേഷ്യം അണപൊട്ടി ഒഴുകി. കൊള്ളാലോ അവൻ. പാവം നടിച്ചുകൊണ്ട് ഞങ്ങളെ പറ്റിക്കായിരുന്നല്ലേ ഇത്രയും നാളും. ജോസ്, അവൻ്റെ ഒടുക്കത്തൊരു അഭിനയം. എല്ലാത്തിൻ്റെയും കണ്ണിൽ അവൻ മണ്ണ് വാരിയിട്ട് സിസ്റ്റത്തിൻ്റെ ആക്സസ് ഞാൻ എൻ്റെ മെയിലിലേക്ക് കൂടി ഷെയർ ചെയ്തു. ചേട്ടാ, വിളി കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കി. ജോബിനാണ്. ഞാൻ ചോദ്യഭാവത്തിൽ അവനോട് മൂളി ചോദിച്ചു. അല്ല ഏട്ടാ, കഴിഞ്ഞിരുന്നെങ്കിൽ അടക്കാൻ. അവൻ പറഞ്ഞു. നിനക്കൊക്കെ 5 മിനിറ്റ് നിൽക്കാൻ പറ്റില്ലല്ലേ? കറക്റ്റ് സമയത്ത് അടച്ചു പോകാൻ. എന്താ ഇത് സർക്കാർ ഓഫീസോ? രാവിലെ 5 മിനിറ്റ് നേരത്തെ ഒരുത്തിനും വരാൻ വയ്യ. താമസിക്കുകയും ചെയ്യും. വൈകിട്ടായാൽ അവനക്ക് കറക്റ്റ് സമയത്ത് പോകണം. അങ്ങോട്ട് മാറി നിൽക്കടാ. കഴിയുമ്പോൾ ഞാൻ പറയും. ഇനി നിനക്ക് പറ്റത്തില്ലെങ്കിൽ കളഞ്ഞിട്ട് പോവാൻ നോക്ക്. ജോസിൻ്റെ മേലെ തോന്നിയ ദേഷ്യം മുഴുവൻ ഞാൻ അവൻ്റെ മുകളിൽ തീർത്തു. അവൻ്റെ മുഖം വിവരണമായി. കൂടെയുള്ളവർ എൻ്റെ മാറ്റങ്ങൾ കണ്ട് അമ്പരന്ന് നോക്കി. ജോബിൻ നാണം കെട്ടുകൊണ്ട് തന്നെ താഴ്ത്തി. എല്ലാവരുടെ മുൻപിൽ വെച്ച് തൊലിയുരുന്ന പോലെയാണ് അവനത് അനുഭവപ്പെട്ടത്. ഞാൻ വീണ്ടും സിസ്റ്റത്തിൽ നോക്കി. CCTV ആക്സസ് കൂടി ഷെയർ ചെയ്തു. പിന്നെ സിസ്റ്റം ക്ലോസ് ചെയ്തു. ക്യാഷ് എടുത്ത് ബാഗിലാക്കി പുറത്തേക്കിറങ്ങി. ജോബിൻ കൗണ്ടറിൽ കയറി ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് പുറത്തേക്കിറങ്ങി ഷട്ടർ പൂട്ടി താക്കോൽ എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു. അവൻ എൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നില്ല. ജോബി, ഞാൻ കുറച്ച് ടെൻഷനായിരുന്നുടാ. പോട്ടെ, വിട്ടേക്ക്. അവൻ്റെ തോളിൽ കൈവച്ച് മറ്റുള്ളവർ കാണുകെ ഞാൻ പറഞ്ഞു. അവൻ ഒന്ന് മൂളുക മാത്രം ചെയ്തു. അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്നാ പോയി പണി നോക്കടാ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ബൈ പറഞ്ഞ് തിരിഞ്ഞു. നേരെ ഓഫീസിലെത്തി ക്യാഷ് എല്ലാം ലോക്കറിൽ വെച്ച് പൂട്ടി. ലോക്കർ ലോക്ക് ചെയ്ത് രജിസ്റ്ററിൽ എമൗണ്ട് എഴുതി ഓഫീസ് പൂട്ടി ചാവിയുമായി താഴേക്കിറങ്ങി. ഷോപ്പ് പൂട്ടാൻ അക്ഷമരായി സ്റ്റാഫുകൾ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ താഴേക്കിറങ്ങി വന്നതും എല്ലാവരും പുറത്തേക്കിറങ്ങി. പിന്നെ ഷോപ്പ് അടച്ച് ചാവിയുമായി അവർ പോയി. ഓഫീസ് ചാവി മാത്രം ഞാൻ കൊണ്ടുപോകും. ബാക്കിയുള്ളവ ഹോൾസെയിൽ ഷോപ്പിലെ കൗണ്ടറിലുണ്ടാവും. സ്റ്റോറിൻ്റെ ചാവി സെമീറുടെയോ വേറൊരാളുടെ കയ്യിലുണ്ടാവും. രാവിലെ അവരിൽ ആരെങ്കിലും വന്ന് തുറക്കുക, അതാണ് പതിവ്. രാവിലെ സ്റ്റോറിലെത്തി മറ്റുള്ള ഷോപ്പിലെ സ്റ്റാഫുകൾ താക്കോൽ കളക്ട് ചെയ്യും. ഞാൻ നേരെ ഫ്ലാറ്റിലേക്ക് വിട്ടു. പുതിയ വരുമാന മാർഗമായതോടെ ഞാൻ പഴയ ഫ്ലാറ്റ് വിറ്റു കുറച്ചുകൂടി സൗകര്യമുള്ള ഒരു 2 BHK ഫ്ലാറ്റിലേക്ക് മാറിയിരുന്നു. ഇക്കയുടെ ഗ്യാരണ്ടിയുടെ പുറത്ത് ഒരു ബാങ്ക് ലോൺ കൂടി സംഘടിപ്പിച്ചാണ് പുതിയ ഫ്ലാറ്റ് എടുത്തത്. പിന്നെ സമയയുടെ കനപ്പെട്ട സംഭാവനയും ഉണ്ടായിരുന്നു. നല്ല സൗകര്യവും പ്രൈവസിയും ഉണ്ട് അവിടെ. ആകപ്പാടെ 12 നിലകളായി 41 ഫ്ലാറ്റുകളെ ഉണ്ടായിരുന്നുള്ളൂ. അവസാന 5 നിലയിലുള്ളതെല്ലാം 2 BHK എക്കണോമിക്കൽ ടൈപ്പായിരുന്നു. 8ാമത്തെ നിലയിൽ 802 ആയിരുന്നു എൻ്റെ ഫ്ലാറ്റ്. ലിഫ്റ്റിൽ നിന്നും മാറി എമർജൻസി എക്സിറ്റിന് അപ്പുറം കോറിഡോറിൻ്റെ അവസാനമായിരുന്നു 802. ഫ്ലാറ്റിലുള്ളവരിൽ ഏറെയും ജോലിക്കാരായിരുന്നാൽ കാണുമ്പോഴുള്ള ഹൈബായ് അപ്പുറം വേറൊരു ശല്യങ്ങളും ഇല്ല. പുതിയ ഫ്ലാറ്റ് വാങ്ങി. കയറി താമസം നടത്തണമെന്ന് തന്തപ്പടിയോട് പറഞ്ഞപ്പോൾ അത് വാങ്ങാൻ കിട്ടിയ ക്യാഷിൻ്റെ കണക്ക് ബോധിപ്പിച്ചാൽ വരണോ വേണ്ടിയോ എന്ന് ആലോചിക്കാമെന്ന് മറുപടി കിട്ടിയതിനാൽ ഞാൻ പിന്നെ വീട്ടിലേക്ക് പോയിരുന്നില്ല. അവരും വന്നില്ല. പേരിന് അനുജനൊന്ന് വന്നുപോയി. കുളിച്ച് ഫ്രഷായി ഭക്ഷണവും ഫോൺ വിളിയും കഴിഞ്ഞ്
നേരെ ലാപ്ടോപ്പ് എടുത്ത് ഹോളിലെ കുഷ്യനിലേക്ക് ഇരുന്നു. ഫോൺ വിളിയൊക്കെ ഇപ്പോൾ ഒരു ചടങ്ങ് മാത്രമാണ്. ചില ദിവസങ്ങളിൽ അടിപൊളിയാണ്. സെമീറയുമായിട്ടുള്ള പ്രണയം കുറഞ്ഞെങ്കിലും ബാക്കിയൊന്നും കുറഞ്ഞിട്ടില്ല. വല്ലാത്തൊരു പെണ്ണാണവൾ. അവളെക്കുറിച്ച് ഓർത്തപ്പോൾ തന്നെ എനിക്കൊരു രോമാഞ്ചം ഉണ്ടായി. പക്ഷേ ഇപ്പോൾ അവളല്ലല്ലോ നമ്മുടെ വിഷയം. നീ മാറ്ററിലേക്ക് വാട കണ്ണാ. അതാര്? ഓ, മനസാക്ഷി. ഞാൻ പറഞ്ഞു. അല്ലെങ്കിലും അത് ശരിയാണല്ലോ, അവളല്ലല്ലോ നമ്മുടെ വിഷയം. ജോസ്. എൻ്റെ മുഖം വലിഞ്ഞു മുറുകി. ക്യാഷ് അടിച്ച് മാറ്റിയതല്ല, എന്നെ പറ്റിച്ചത്. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അവൻ എന്നെ മണ്ടനാക്കിയെന്നത് എൻ്റെ ഈഗോയെ തൊട്ടുണർത്തി. ഇതിന് ഞാൻ അവനെ കൊണ്ട് അനുഭവിപ്പിക്കും. ഞാൻ ലാപ്പ് തുറന്ന് ആദ്യം CCTV ഡാറ്റ നോക്കി. ലാസ്റ്റ് 6 മാസത്തെ ബാക്കപ്പ് ഉണ്ട്. അപ്പോൾ 6 മാസത്തെ വീഡിയോ കിട്ടും. അത് മതി. എൻ്റെ ചുണ്ടിൽ ഒരു ക്രൂരമായ ചിരി വിരിഞ്ഞു. പിന്നെ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഓണാക്കി ഓരോ ദിവസത്തെയും മിസ്സിംഗ് ഇൻവോയ്സ് നമ്പർ കണ്ടുപിടിക്കാൻ നോക്കി. ഏതാണ്ട് 12 മണിയായപ്പോഴേക്കും 6 മാസത്തെയും മിസ്സിംഗ് ഇൻവോയ്സ് പൂർത്തിയായി. 6 മാസത്തിൽ 157 ഇൻവോയ്സ് മിസ്സിംഗ്. ഈശ്വര, അവൻ കുറേ കൊണ്ടുപോയിട്ടുണ്ടല്ലോ. ഇനി എമൗണ്ട് കണ്ടുപിടിക്കണം. അത് കുറച്ച് സമയമെടുക്കും. അതായത് ദിവസത്തെ CCTV ഫുട്ടേജ് നോക്കിയാൽ മാത്രമേ ഓരോ ഇൻവോയ്സിൻ്റെയും ക്യാഷ് എമൗണ്ട് കിട്ടൂ. വെളുപ്പിന് 3 മണിവരെ ഇരുന്നപ്പോൾ ഏകദേശം 1 മാസത്തെ ഇൻവോയ്സ് എമൗണ്ട് ഫുട്ടേജൊക്കെ റെഡിയായി കിട്ടി. ആ മാസം മാത്രം 70,000 രൂപ ഞാൻ തലയിൽ കൈവച്ച് പോയി. ഒരുപോലെ 2 ബിൽ എമൗണ്ട് വരുമ്പോൾ അതിൽ ഒരു ബില്ല് ഡിലീറ്റ് ചെയ്യുന്നു. ഇനി അതിൽ ഡിലീറ്റ് ചെയ്ത ബില്ലുള്ള കസ്റ്റമർ തിരികെ വന്നാൽ സെയിം എമൗണ്ടുള്ള ബില്ല് എഡിറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇതാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിമ്പിൾ ബട്ട് പവർഫുൾ. ഓഡിറ്ററിങ്ങിൽ പോലും ശ്രദ്ധിക്കില്ല. ഡിലീറ്റ് ചെയ്ത ബില്ലിൻ്റെ എമൗണ്ട് പിന്നീട് ഡിസ്കൗണ്ട് എമൗണ്ടിലേക്ക് ആഡ് ചെയ്ത് കോമൺ നമ്പർ ആക്കുന്നു. അതിനാൽ സ്റ്റോക്കും പെർഫെക്റ്റ് ആകുന്നു. ഹോ, ഇവൻ്റെയൊക്കെ തലയിൽ ഇത്രയും കുരുട്ടുബുദ്ധി ഉണ്ടായിരുന്നോ? ഞാൻ വാവിളിച്ചുപോയി. എന്തൊക്കെ പറഞ്ഞാലും മോൻ നല്ല ബ്രില്യൻ്റ് ആയിട്ടാണ് സംഗതി എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇന്നിങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നില്ലെങ്കിൽ ആരും അറിയാൻ പോകുന്നില്ല. 500 മുതൽ 10,000 വരെയുള്ള ബില്ലുകൾ മിസ്സിംഗ് ആയിട്ടുണ്ട്. പക്ഷേ എന്നെ പറ്റിച്ചവനോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. അവന് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത സമ്മാനം ഞാൻ കൊടുക്കുന്നുണ്ട്. ലാപ്പ് മടക്കി ടീപ്പോയിലേക്ക് വെച്ച് ഞാൻ റൂമിലേക്ക് നടന്നു. പിന്നെ ബെഡിലേക്ക് വീണു. രാവിലെ എഴുന്നേറ്റ് പ്രഭാത കൃത്യങ്ങളൊക്കെ നടത്തി. പതിവ് വർക്കൗട്ടിന് ശേഷം ഷോപ്പിലേക്ക് പോയി. സെമീറയുമായുള്ള പതിവ് കലാപരിപാടിക്ക് ശേഷം ഞാൻ എൻ്റെ ജോലികളിൽ വ്യാപൃതനായി. ബാങ്കിൽ പോക്ക്, ഏജൻസിയുടെ ചെക്ക് ക്ലിയറൻസ്, ക്ലയൻസിൻ്റെ വള്ളികൾ. പതിവ് പോലെ ആ ദിവസവും കഴിയാറായി. ഉള്ളതിനാൽ ഞാൻ മറ്റു ഷോപ്പുകളിൽ പോകേണ്ടി വന്നില്ല. പുള്ളിയുള്ള ദിവസം ആൾ നേരിട്ടാണ് ക്ലോസിങ്. അന്നൊക്കെ താമസിക്കുകയും ചെയ്യും. അതറിയാവുന്നതിനാൽ ഞാൻ നേരത്തെ ഇറങ്ങി. ഇക്കയുള്ള ദിവസം 7 മണിയാകുമ്പോൾ തന്നെ മറ്റു കാര്യങ്ങളൊന്നുമില്ലെങ്കിൽ ഞാൻ ഇറങ്ങും. പുള്ളിക്ക് അതിൽ പരാതിയുമില്ല. സാധാരണ ബാങ്കിൽ പോകുന്നുണ്ട്. ഇന്ന് പക്ഷേ നേരെ റൂമിലെത്തി. ഫ്രഷായ ശേഷം നേരെ ലാപ്പ് എടുത്തുകൊണ്ട് തലേ ദിവസം ആരംഭിച്ച ഇൻവോയ്സ് ഫുട്ടേജ് കളക്ഷൻ ആരംഭിച്ചു. അന്നും കിടന്നപ്പോൾ താമസിച്ചു. അങ്ങനെ ഏകദേശം ഒരാഴ്ച എടുത്തു മൊത്തം ഫുട്ടേജ് ആൻഡ് ഇൻവോയ്സ് ഡാറ്റ കളക്ട് ചെയ്യാൻ. പിന്നെ അത് മുഴുവൻ ഒരു പെൻഡ്രൈവിലേക്ക് മാറ്റി. അവസാനത്തെ ഫയലും കോപ്പിയായപ്പോൾ ഞാൻ ആ പെൻഡ്രൈവ് ഊരിയെടുത്തു. പിന്നെ അത് കൺമുമ്പിൽ ഒന്ന് ഉയർത്തിപ്പിടിച്ചു. ഒരു ക്രൂരമായ ചിരി എൻ്റെ ചുണ്ടിൽ വിരിഞ്ഞു. ആ പെൻഡ്രൈവ് ഇക്കൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് എനിക്കവനൊന്ന് കാണണം. എന്നിട്ട് ഇത് മറ്റൊരാളെ ഏൽപ്പിക്കൂ. ഞാൻ പല്ല് ഞെരിച്ചുകൊണ്ട് പറഞ്ഞു. പറ്റിയൊരു ദിവസത്തിനായി ഞാൻ കാത്തിരുന്നു. പറഞ്ഞു വെച്ച പോലെ ഏതോ ബന്ധുവിൻ്റെ കല്യാണമുണ്ടെന്ന് പറഞ്ഞ് ഇക്ക 2 ദിവസത്തേക്ക് പോയി. ഇനിയുള്ളത് സെമീറയാണ്. അവളുള്ളപ്പോൾ നടക്കില്ല. അവൾ ഇടയിൽ കയറും. അതിനാൽ അവൾ പോയിട്ട് മതി. രാവിലെ ഞാൻ ഷോപ്പിലെത്തിയപ്പോൾ ജോസ് വന്നിട്ടില്ല. ആള് വീട്ടിലെന്തോ ആവശ്യത്തിന് പോയിരിക്കുകയാണത്രേ. ഇക്കയോട് മുൻകൂട്ടി ലീവ് വാങ്ങിയിരുന്നു. അതാണ് ഞാൻ അറിഞ്ഞത്. എനിക്ക് കടുത്ത നിരാശ തോന്നി. എൻ്റെ ഭാവം കണ്ട് പലവട്ടം സെമീറ വന്ന് എന്താണ് കാര്യമെന്ന് തിരക്കി. ഒന്നുമില്ല, തലവേദനയാണെന്നും പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറി. അടുത്ത ദിവസം ഞാൻ നേരത്തെ എത്തിയ എന്നെ കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. സെമീറ മാത്രം വന്ന് എന്താ നേരത്തെ എന്നും തിരക്കി. കുറച്ച് അക്കൗണ്ട്സ് ക്ലിയർ ആക്കാനുണ്ട്, അതാണ് നേരത്തെ വന്നത് എന്ന് ഞാൻ പറഞ്ഞു. അതെ, അത് ശരിയാണ്. ഒരു അക്കൗണ്ട് ഇന്ന് ക്ലിയർ ആകും.
നേരെ ഓഫീസിലെത്തി CCTV നോക്കിയപ്പോൾ ജോസ് കൗണ്ടറിലുണ്ടെന്ന് കണ്ടു. അപ്പോഴാണ് എൻ്റെ പിരിമുറുക്കം ഒന്ന് കുറഞ്ഞത്. ഉച്ചയായപ്പോൾ ഹാഫ് ഡേ ലീവ് വേണമെന്നും പറഞ്ഞ് സെമീറ എൻ്റെ അടുത്തെത്തി. രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞ പോലെ അവളോട് ലീവൊന്നും ആക്കണ്ട, പോയിക്കോളാൻ ഞാൻ പറഞ്ഞു. ഒരു 3 മണിയോടെ ഞാൻ ഫ്രീ ആയി. നേരെ ഫോണെടുത്ത് ടെക്സ്റ്റൈലിലേക്ക് വിളിച്ചു. ജോസ് ഫോണെടുത്തു. ഞാൻ CCTV സ്ക്രീനിൽ കണ്ടു. ഹലോ ജോസേട്ടാ, അജയാണ്. ഒന്ന് ഓഫീസിലേക്ക് വരണം, ഒരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞു. ആ വരാലോ കുഞ്ഞെ, ഇവിടുത്തെ തിരക്കൊന്ന് കഴിഞ്ഞിട്ട് മതിയോ? ഓ, അവൻ്റെ ഒരു ആത്മാർത്ഥത. ഏയ് അത് കാര്യമാക്കണ്ട ജോസേട്ടാ, ഇങ്ങ് പോര്, ഞാൻ പറഞ്ഞു. ആ എന്നതാ വരുന്നു കുഞ്ഞെ. അവിടെ ഫോൺ കട്ടായി. ഞാൻ താഴത്തെ നിലയിലേക്ക് ഇറങ്ങിച്ചെന്നു. ക്യാഷ്യറിലുള്ള അനൂപിനോട് കുറച്ച് നേരത്തേക്ക് മുകളിലേക്ക് വരണ്ട, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു. അവൻ ശരിയെന്ന് പറഞ്ഞു. ഞാൻ മുകളിലേക്ക് പോയി കൈകൾ തെറുത്ത് കയറ്റി. പിന്നെ എൻ്റെ പേഴ്സണൽ ലാപ്ടോപ്പ് എടുത്ത് തുറന്ന് ടെക്സ്റ്റൈൽസിലേക്ക് ആക്സസ് ഓപ്പണാക്കി. ജോസിനെയും കാത്ത് ഞാനിരുന്നു. പടിയിൽ കാലച്ച കേട്ടപ്പോൾ എൻ്റെ കൈകൾ മുറുകി തുടങ്ങി. ആ അജയ് മോനെ, കൈ പൊക്കി വിഷ് ചെയ്തുകൊണ്ട് ജോസ് കയറി വന്നു. ആ ജോസേട്ടാ ഇരിക്ക്, ഞാൻ മുന്നിലുള്ള കസേര ചൂണ്ടിക്കാട്ടി പറഞ്ഞു. എന്താ കുഞ്ഞെ എന്നോട് വരാൻ പറഞ്ഞത്? അയാൾ ആകാംക്ഷയോടെ ചോദിച്ചു. ആ പറയാൻ ജോസേട്ടാ, എന്താ ഇത്ര ധൃതി? അല്ല കുഞ്ഞെ, അവിടെ അത്യാവശ്യം ആളുണ്ട്. എവിടത്തെ കാര്യം കഴിഞ്ഞാൽ നേരത്തെ അങ്ങ് ചെല്ലാമല്ലോ. ഓ, ഇതാണ് ഇക്കാക്ക് ജോസേട്ടനോട് ഇത്ര സ്നേഹം. ഇങ്ങനെ കടയെന്ന് പറഞ്ഞ് മരിക്കല്ല ജോസേട്ടാ, കുറച്ചൊക്കെ നേരം പോക്കെ കൂടി വേണ്ടേ? കുഞ്ഞിനതൊക്കെ പറയാം. ഇവിടെ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ടാണ് ഞാനും എൻ്റെ കുടുംബവും കഞ്ഞി കുടിച്ച് കഴിയുന്നത്. ഈ ജോലി എൻ്റെ ചോറാണ്. അപ്പോൾ ഇത്തിരി ആത്മാർത്ഥത വേണ്ടേ? വളരെ സത്യസന്ധമായ രീതിയിലുള്ള ആ സംസാരം കേട്ടപ്പോൾ എനിക്ക് ചൊറിഞ്ഞങ്ങ് കയറി. ഞാൻ ദേഷ്യം കടിച്ചു പിടിച്ചു. എന്നാൽ ഞാൻ ചേട്ടൻ്റെ ചോറിലെ ആത്മാർത്ഥത കുറച്ച് കാണുന്നില്ല. ഞാനൊന്ന് നിവർന്നിരുന്നു. പിന്നെ കൈകൾ വശങ്ങളിലേക്ക് ഒന്ന് വലിച്ചു വിട്ടു. അപ്പോൾ ജോസേട്ടാ, ഞാൻ വിളിച്ച കാര്യം, കഴിഞ്ഞ ആഴ്ച എൻ്റെ ഫ്രണ്ട് വന്ന് നമ്മുടെ ഷോപ്പിൽ നിന്നും പർച്ചേസ് നടത്തിയിരുന്നു. ജോസേട്ടനായിരുന്നു കൗണ്ടറിൽ. അവന് ഡിസ്കൗണ്ട് കൊടുത്തില്ലെന്നും പറഞ്ഞ് എന്നെ വിളിച്ച് പറഞ്ഞു. അയ്യോ കുഞ്ഞെ, ആൾ മോൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടാവില്ല. പറഞ്ഞാൽ ഉറപ്പായും ജോസേട്ടൻ ഡിസ്കൗണ്ട് കൊടുത്തേനെ. ഹാ, മുഴുവൻ പറയട്ടെ ജോസേട്ടാ, ഇടയിൽ കയറാതെ. അയ്യോ സോറി മോനെ, മോൻ പറഞ്ഞോ? ആ അങ്ങനെ അവൻ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നിന്നും അവനൊരു 1000 രൂപ ഡിസ്കൗണ്ട് കൊടുത്തു. പക്ഷേ അത് ബില്ലില്ലാത്തത് കൊണ്ട് എനിക്കിവിടെ നിന്ന് എടുക്കാനും പറ്റില്ല. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാനാ ജോസേട്ടനെ വിളിച്ചത്. ഞാൻ പറഞ്ഞു നിർത്തി. ഈ നിസ്സാര കാര്യത്തിനാണോ കുഞ്ഞ് വിഷമിക്കുന്നത്? ആ കൂട്ടുകാരനോട് ആ ബില്ലിൻ്റെ ഒരു ഫോട്ടോ അയച്ചു തരാൻ പറ, ഞാൻ ഇപ്പോൾ ശരിയാക്കി തരാം. വളരെ നിസ്സാര ഭാവത്തിൽ അയാൾ പറഞ്ഞു. ഇതാ ബില്ല്. ഞാൻ വാട്സപ്പിലുള്ള ബില്ലിൻ്റെ ഫോട്ടോ കാണിച്ചു. മോനിത് എൻ്റെ നമ്പറിലേക്കിട്, ഞാൻ കടയിൽ ചെന്ന് ശരിയാക്കിയിട്ട് വിളിച്ചു പറയാം. ഏയ് കടയിൽ പോവണ്ട, ഈ ലാപ്ടോപ്പിൽ കടയുടെ ആക്സസ് ഉണ്ട്. ഞാൻ എൻ്റെ ലാപ്ടോപ്പ് അയാളുടെ നേർ കുന്തി വെച്ചു. അയാൾ ചിരിച്ചുകൊണ്ട് ഇതൊക്കെ എന്തെന്ന് ഭാവത്തിൽ ലാപ്ടോപ്പിൽ ബില്ല് ഓണാക്കി. ഞാൻ കാണിച്ച ബില്ലിൻ്റെ ഇൻവോയ്സ് എൻ്റർ ചെയ്തു. ആ നിമിഷം അയാളുടെ ചിരിയൊന്നും മങ്ങി. കണ്ണുകളിൽ ഭയം നിറഞ്ഞു. വിറച്ചുകൊണ്ട് എന്നെ നോക്കി. എന്താ ശരിയായോ? ഞാൻ ഗൗരവത്തോടെ ചോദിച്ചു. ഇല്ല, ഇപ്പോൾ ആക്കാം, അയാൾ ഇടർന്ന ശബ്ദത്തിൽ പറഞ്ഞു. കൈ ഉയർത്തി നെറ്റിയിലെ വിയർപ്പ് തുടച്ചു. ഇതെന്താ ജോസേട്ടാ, ജോസേട്ടന് BP ഉണ്ടോ? നന്നായി വിയർക്കുന്നുണ്ടല്ലോ. ഞാൻ കസേരയിൽ നിന്നും എഴുന്നേറ്റ് അയാളുടെ അടുത്തേക്ക് ചെന്ന് അയാൾക്ക് അഭിമുഖമായി മേശയിൽ ചാരി വശത്ത് നിന്നു. കീബോർഡിലിരുന്ന അയാളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ട്. എന്താ ജോസേ, പെട്ടെന്ന് ശരിയാക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നേ? എൻ്റെ ഭാവം മാറി. ജോസേട്ട എന്ന് വിളിച്ച് കേട്ട് ശീലിച്ച അയാൾ പെട്ടെന്ന് പേര് വിളിക്കുന്ന കേട്ടപ്പോൾ അമ്പരന്ന് പോയി. അയാൾ പകപ്പോടെ എന്നെ നോക്കി. എന്താ ശരിയാക്കാൻ പറ്റാത്തത്? ഞാൻ ശബ്ദമുയർത്തി ചോദിച്ചു. അത് ആ ബില്ല് കാണുന്നില്ല, അയാൾ വിറച്ചുകൊണ്ട് പറഞ്ഞു. അതെങ്ങനെ ശരിയാകും ജോസേ? അന്ന് ബില്ല് കറക്റ്റായിരുന്നു. ബില്ല് കാണുന്നില്ലെങ്കിൽ ആ പൈസ കൂടുതൽ കാണണ്ടേ? അങ്ങനെ കൂടുതൽ ഉണ്ടായിരുന്നോ?
ഞാൻ അയാളെ തറപ്പിച്ചു നോക്കി. ഭയം കൊണ്ടയാൾ വിളറി വെളുത്തു. തൻ്റെ കള്ളത്തരം പിടിക്കപ്പെട്ടു എന്നയാൾക്ക് ബോധ്യമായി. ഉത്തരം പറയടാ. ഞാൻ കൈ ചുരുട്ടി മേശമേൽ ആഞ്ഞടിച്ചു. ഇല്ല. അയാളുടെ ശബ്ദം വല്ലാതെ താന്നു. അതെന്താ അങ്ങനെ? അപ്പോൾ ആ പൈസ എവിടെ പോയി? ഞാൻ വീണ്ടും ചോദിച്ചു. അയാൾ ഉത്തരം പറയാതെ വെറുതെ തുറിച്ചു നോക്കിയിരുന്നു. പറ ജോസേ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഞാൻ ശബ്ദം കടുപ്പിച്ചു. അയാൾ വിറയ്ക്കുന്നതല്ലാതെ ഒന്നും മിണ്ടിയില്ല. പതിയെ കസേരയിൽ നിന്നും എഴുന്നേറ്റു. താനെന്താടോ അണ്ണാക്കിൽ പിടിവെട്ടിയ പോലെ നിൽക്കുന്നത്? വാ തുറന്ന് വെള്ളം എഴുന്നുള്ളടോ. ജോസ് ഒരു പൂച്ചയെ പോലെ നിന്ന് പരുങ്ങി. അയാളുടെ മുഖമെല്ലാം വിയർത്തൊഴുകി. അയാളുടെ ഹൃദയം ഇപ്പോൾ പൊട്ടിപ്പോകുമെന്ന മട്ടിൽ ഇടിക്കുന്ന പോലെ തോന്നി. മോനെ, അത് എനിക്കൊരു അബദ്ധം. അയാൾ നിന്ന് വിക്കി. ഛേ! ഞാൻ കൈവീശി ഒരെണ്ണം പൊട്ടിച്ചു. അയാൾ താഴേക്ക് വീണു. ക്യാഷ് അടിച്ച് മാറ്റിയിട്ട് അബദ്ധമെന്നോ? ഞാൻ തറയിൽ വീണ അയാളെ കുത്തിനു പിടിച്ച് പൊക്കി. നേരെ ഭിത്തിയിൽ ചേർത്ത് ഇടത് നെഞ്ചു നോക്കി ഒരു കുത്തൂടി കൊടുത്തു. വേദന കൊണ്ടയാൾ കുനിഞ്ഞു നിലത്തേക്കിരുന്നു. കലി കയറി കണ്ണ് കാണാതായ ഞാൻ അയാളെ ചവിട്ടാൻ കാലുയർത്തി. അയ്യോ മോനെ, എന്നെയൊന്നും ചെയ്യല്ലേ. അയാൾ കൈകൂപ്പി കരഞ്ഞു. യാചിക്കുന്ന അയാളുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് പിന്നെ തല്ലാൻ തോന്നിയില്ല. ഞാൻ എൻ്റെ ടേബിളിലേക്ക് കയറിയിരുന്നു കൊണ്ട് ഒരു സിഗരറ്റ് പുകച്ചു. അയാൾ ഏങ്ങി ഏങ്ങി എഴുന്നേറ്റിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് എൻ്റെ ദേഷ്യമൊന്ന് അടങ്ങിയപ്പോൾ ഞാൻ അയാളോട് ഇരിക്കാൻ പറഞ്ഞു. മറിഞ്ഞു പോയ കസേര നിവർത്തിയെടുത്ത് അയാൾ അതിലിരുന്നു. അപ്പോൾ ഇനി പറ, എത്ര കാലമായി താൻ ഈ പണി തുടങ്ങിയിട്ട്? സത്യമായി പറഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് തീർക്കാം. ഞാൻ ചെറിയൊരു ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞു. അത് ഏതാണ്ട് 2 കൊല്ലമായിട്ട്. അയാൾ പേടിയോടെ പറഞ്ഞു. 2 കൊല്ലം? എത്ര ഉണ്ടാക്കി എന്നിട്ട്? അയാളത് കേട്ട് ദയനീയ ഭാവത്തോടെ എന്നെ നോക്കി. ഛേ, പറയടാ, 2 കൊല്ലം കൊണ്ട് എത്ര അടിച്ചു മാറ്റി? ഞാൻ സ്വരം കഠിനമാക്കി. അങ്ങനെ ചോദിച്ചാൽ അറിയില്ല കുഞ്ഞെ. അയാൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു. എന്നാലും പറയടോ, ആ പൈസയ്ക്ക് ഏകദേശം ഒരു കണക്കുണ്ടാകില്ലേ? ഞാൻ മറ്റൊരു സിഗരറ്റിന് തീ കൊള്ളിച്ചുകൊണ്ട് ചോദിച്ചു. അത് എല്ലാം ചെലവായി പോയി മോനെ. അയാൾ വീണ്ടും സ്വരം താഴ്ത്തി പറഞ്ഞു. എല്ലാം? ഞാൻ അയാളെ തുറിച്ചു നോക്കി. അങ്ങനെ പെട്ടെന്ന് ചിലവായി പോവാൻ ചായ ക്യാഷ് അല്ലല്ലോ താൻ ഇവിടെ നിന്ന് മോഷ്ടിച്ചത്. അത് കുഞ്ഞെ, കുറച്ച് സ്വർണം വാങ്ങി, കുറച്ച് കടം വീട്ടി, കുറച്ച് ബാങ്കിലുണ്ട്. അങ്ങനെ ഒരു കണക്കില്ല. എനിക്ക് പറ്റിപ്പോയി. പ്ലീസ് ഇതാരോടും പറയല്ലേ. അയാൾ കൈകൂപ്പി പറഞ്ഞു. ആഹാ, കൊള്ളാലോ ജോസേട്ടാ. ഈ കരച്ചിൽ കൊണ്ടൊരു കാര്യമില്ല. ഇങ്ങനെ നിങ്ങൾ അഭിനയിക്കാൻ നോക്കിയാൽ ഞാനിത് ഇക്കെ അറിയിക്കാം, അല്ലെങ്കിൽ പോലീസിനെ, വിത്ത് പ്രൂഫ്. ഞാനൊരു പെൻഡ്രൈവ് പോക്കറ്റിൽ നിന്നും എടുത്ത് മേശപ്പുറത്തേക്ക് ഇട്ടു. അയ്യോ കുഞ്ഞെ, ചതിക്കല്ലേ. അയാൾ കസേരയിൽ നിന്നും ഇറങ്ങി വന്നെൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ചു. മോനെ, പുണ്യാളച്ചനെ ഓർത്ത് എന്നോട് ക്ഷമിക്കണം. ഡോ, തന്നോട് ഞാൻ പറഞ്ഞു ഈ അഭിനയം നിർത്താൻ. ഞാൻ എൻ്റെ കാൽച്ചുവട്ടിലിരിക്കുന്ന അയാളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അയ്യോ, ഇത് അഭിനയമല്ല, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. അയാൾ വീണ്ടും എന്നോട് കേണു. എന്ത് വേണമെങ്കിലും ചെയ്യാൻ താൻ ആരാ? ഞാനൊരു നിമിഷം ആലോചിച്ചു, പിന്നെ പറഞ്ഞു. അല്ല, ഞാനിത് ചെവിയാതെ തീർത്ത് തന്നെ സഹായിച്ചാൽ എനിക്കെന്ത് പ്രയോജനം? ഞാൻ മുഖം കുനിച്ചിരിക്കുന്ന അയാളോട് ചോദിച്ചു. അത് അജയ് മോൻ പറയുന്നത് എന്തും ഞാൻ അനുസരിക്കാം. കർത്താവാണ് സത്യം. ഞാനൊന്ന് എഴുന്നേറ്റ് നടന്നു. പിന്നെ തിരികെ എൻ്റെ കസേരയിൽ വന്നിരുന്നു. അയാളോട് എഴുന്നേറ്റ് കസേരയിലിരിക്കാൻ ഞാൻ ആംഗ്യം കാണിച്ചു. അയാളത് അനുസരിച്ചു. ഇയാളെ പിടിച്ച് ഇക്കാക്ക് മുന്നിലിട്ടാൽ ഒരു ഗുഡ് സർവീസ് എൻട്രി കിട്ടുമെന്നല്ലാതെ വേറെ പ്രയോജനമൊന്നും എനിക്കുണ്ടായില്ല. ചിലപ്പോൾ അതൊരു ഇരുതല മൂർച്ചയുള്ള വാള് പോലെ തിരിച്ചടിക്കാനും സാധ്യതയുണ്ട്. പകരം ഇവനെ സഹായിച്ചാൽ ഇവിടെ ഒരു അടിമയെ എനിക്ക് കിട്ടും. അതാണ് എനിക്ക് ഏറ്റവും ഉപകാരപ്പെടുക. ഞാനൊരു ദീർഘശ്വാസം എടുത്തു. പിന്നെ തിരിഞ്ഞയാളെ നോക്കി. ജോസേ, ഞാൻ കനത്ത സ്വരത്തിൽ വിളിച്ചു. അയാളെന്നെ നോക്കി എന്തും കേൾക്കാൻ തയ്യാറെന്ന പോലെ അനുസരണയോടെ നിന്നു. 6 മാസം കൊണ്ട് താനിവിടെ നിന്ന് അടിച്ചു മാറ്റിയത് 5,40,000 രൂപയാണ്. അതിൻ്റെ വീടും അടക്കം ഇതിലുണ്ട്.
ഞാൻ പെൺഡ്രൈവ് മുന്നോട്ട് നീക്കി. ജോസിൻ്റെ മുഖം വിളറി വെളുത്തു. എന്താ കറക്റ്റല്ലേ? ഞാൻ അയാളെ നോക്കി. ശരിവെക്കുന്ന തരത്തിൽ അയാൾ തല കുലുക്കി. തൻ്റെ കെട്ടിയവൾക്ക് അറിയില്ലേത്? ഞാൻ ചോദിച്ചു. അറിയാം, അയാൾ പറഞ്ഞു. അപ്പോൾ താനൊരു കാര്യം ചെയ്, രാവിലെ രണ്ടാളും മിച്ചമുള്ള സ്വർണവും ക്യാഷുമായി എൻ്റെ പുതിയ ഫ്ലാറ്റിലേക്ക് വാ. അവിടെ വെച്ച് സംസാരിക്കാം. ഇപ്പോൾ പൊക്കോ. അയാളെന്നെ നോക്കി. എന്താ പറഞ്ഞത് മനസ്സിലായില്ലേ? പൊക്കോളാൻ. നാളെ 10 മണിക്ക് രണ്ടാളും എൻ്റെ മുന്നിലുണ്ടാവണം. അയാൾ ശരിയെന്നും പറഞ്ഞ് തലയാട്ടിക്കൊണ്ടിരുന്നേറ്റു. പിന്നെ താഴേക്ക് നടക്കാൻ തുനിഞ്ഞു. ഡോ, ആ മുഖമൊക്കെ തുടച്ച് ഡ്രസ്സൊക്കെ നേരേക്കിട്ട് പോ, ഞാൻ പറഞ്ഞു. നാളെ വരുമ്പോൾ വൃത്തിയായിട്ട് വന്നേക്കണം. ഈ അവിഞ്ഞ മോന്തയുമായി അപ്പാർട്ട്മെൻറ്റിലേക്ക് കാല് കുത്തരുത്. ശരിയെന്ന മട്ടിൽ അയാൾ തലയാട്ടി. പിന്നെ എനിക്ക് നേരെ കൈകൂപ്പിയിട്ട് തിരിഞ്ഞു നടന്നു. വൈകുന്നേരം ഫ്ലാറ്റിലെത്തിയിട്ടും എനിക്ക് ഒരു രൂപം കിട്ടിയില്ല എന്ത് ചെയ്യണമെന്ന്. അന്നേരം അയാളുടെ കരച്ചിൽ കണ്ടപ്പോൾ പറഞ്ഞതാണ് നാളെ വന്ന് കാണാൻ. ഞാൻ കുറേ നേരം ആലോചിച്ചു. പതിയെ പിന്നെ എൻ്റെ പിരിമുറുക്കം കുറഞ്ഞു വന്നു. നാളെ അയാളും ഭാര്യയും വരട്ടെ, എന്തു ചെയ്യണമെന്ന് അപ്പോൾ ആലോചിക്കാം. അത് മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ പോയി കിടന്നുറങ്ങി. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഒപ്പം കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ കഥയുടെ ബാക്കി ഞാൻ ഉടൻ തന്നെ ഇടാം. എല്ലാവരും കാത്തിരിക്കുക.